എങ്ങനെ ബേസിക്സ് പഠിപ്പിക്കാം എന്നതില് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഡ്വർബിനെ കുറിച്ചാണ്. ആഡ്വർബ് മലയാളത്തിലെ ക്രിയാവിശേഷണം. ക്രിയയെ വിശേഷിപ്പിക്കുന്നത് എന്തോ ക്രിയാവിശേഷണം. അപ്പൊ ആദ്യം ക്രിയ എന്താണെന്ന് അറിയണം അല്ലേ? ക്രിയ എന്നാല് വേർബ്. സെന്റൻസില് സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. സെന്റൻസിൽ നമ്മൾ ആരെ കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചാണോ പറയുന്നത്, അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെയാണ് വേർബ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ വേർബ്സിനെ വിശേഷിപ്പിക്കുന്ന വേർഡുകളെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. സെന്റൻസിലെ വെർബുകളെ വിശേഷിപ്പിക്കുന്ന വേർഡ്സിനെയാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. വേർബിനെ മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ അഡ്ജക്റ്റീവിനെയും വിശേഷിപ്പിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ആഡ്വർബ് യൂസ് ചെയ്യാറുണ്ട്. ഈ വേർഡ്സ് നോക്കി. ക്വിക്കലി, സാഡ്ലി, ഏർലി, ബ്രേവ്ലി, സ്ലോവ്ലി, ലൗഡ്ലി, ഡെയിലി. ക്വിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ, സാഡ്ലി ദുഃഖിച്ച്, ഏർലി നേരത്തെ, ബ്രേവ്ലി ധൈര്യത്തോടെ, സ്ലോവ്ലി പതുക്കെ, ലൗഡ്ലി ഉറക്കെ, ഡെയിലി ദിവസേന. ഇത്തരത്തില് ഒരുപാട് വേർഡ്സ് ഇംഗ്ലീഷിൽ നമുക്ക് ആഡ്വർബ് ആയിട്ട് കാണാൻ സാധിക്കും. ഇനി ആഡ്വർബ് എങ്ങനെയാണ് സെന്റൻസിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. സെന്റൻസ് നോക്കിയേ. ഹി കെയിം ഏർലി. ഹി കെയിം ഏർലി. ഇവിടെ നമ്മൾ ആരെ കുറിച്ചാ പറയുന്നത്? അവനെ കുറിച്ച്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. ഇനി അവൻ ഇവിടെ ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ട്. എന്താണ്? വരിക എന്നത് അല്ലെ? ഈ വരിക എന്ന വേർബിന്റെ V2 അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ആണ് എന്ത്? കെയിം, വന്നു. ഇനി നോക്കിയേ, അവൻ എങ്ങനെ വന്നു അല്ലെങ്കിൽ അവൻ എപ്പോൾ വന്നു? ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു മറുപടി എന്ന പോലെയാണ് ഈ വേർഡ് ഉള്ളത്. ഹി കെയിം ഏർലി. അവൻ നേരത്തെ വന്നു. അപ്പോ വേർബിനെ കുറിച്ച് അഡീഷണൽ ആയിട്ടൊരു ഇൻഫോർമേഷൻ ആണ് ഏർലി എന്ന വേർഡ് നമുക്കിവിടെ തരുന്നത്. ഇത്തരത്തിലുള്ള വേർഡ്സിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയയെ വിശേഷിപ്പിക്കുന്ന വേർഡിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. അടുത്ത സെന്റൻസ് നോക്കിയേ. ഷീ വാക്ക്ഡ് ക്വിക്കലി. ഷീ വാക്ക്ഡ് ക്വിക്കലി. ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത്? അവളെ കുറിച്ചാണ്. സബ്ജക്റ്റ്. അവള് ചെയ്യുന്ന ആക്ഷൻ നടന്നു എന്നതാണ് അല്ലെ? വാക്ക്ഡ്. ഇത് V2ലാണ് വെർബ്, പാസ്റ്റ് ടെൻസില്. ഇനി ഇപ്പോഴത്തുള്ള വേർഡ് നോക്കിയേ. ക്വിക്കലി. അവൾ എങ്ങനെ നടന്നു എന്നാ പറയുന്നത്? വേഗത്തിൽ, പെട്ടെന്ന് നടന്നു എന്നാണ് അല്ലെ? അപ്പോ ഈ വേർഡ് വെർബിനെ കുറിച്ച് അഡീഷണൽ ആയിട്ടൊരു ഇൻഫോർമേഷൻ ആണ് തരുന്നത്. എങ്ങനെ നടന്നു, ഏത് രീതിയിൽ നടന്നു എന്നതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് ക്വിക്കലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വേർഡ് നമുക്ക് ആഡ്വർബ് ആയിട്ട് യൂസ് ചെയ്യാം. ഷീ വാക്ക്ഡ് ക്വിക്കലി. ഐ റീഡ് ലൗഡ്ലി. ഐ റീഡ് ലൗഡ്ലി. ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത്? എന്നെ കുറിച്ച് തന്നെയാണ് അല്ലെ? ഞാൻ ചെയ്യുന്നത് വായിക്കുക എന്നതാണ്. എങ്ങനെയാണ് ഞാൻ പതിവായിട്ട് വായിക്കുന്നത്? ഉറക്കെ, നല്ല ശബ്ദത്തിലാണ്. അപ്പോ ഇത്തരത്തിലാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി. ലൗഡ്ലി, ഉറക്കെ. ഇത്തരം വേർഡ്സിനെയാണ് നമ്മൾ ഇംഗ്ലീഷിലെ ആഡ്വർബ് എന്ന് പറയുന്നത്. ക്രിയയെ അല്ലെങ്കിൽ വേർബിനെ മാത്രമല്ല അഡ്ജക്റ്റീവിനെയും വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ആഡ്വർബ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. 1-2 സെന്റൻസുകൾ പറയാം. അതിലെ ആഡ്വർബ് ഏതാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. അവൾ മനോഹരമായി പാടുമല്ലേ? സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവളെ കുറിച്ച് പറയുന്നു. അവള് പാടും എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് അവളുടെ പാട്ട്? ബ്യൂട്ടിഫുള്ളി, വളരെ മനോഹരമായ പാട്ടാണ്. അപ്പോ അവൾ എങ്ങനെ പാടും എന്നതിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് ബ്യൂട്ടിഫുള്ളി, ആഡ്വർബ്. നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. ഹി ഡ്രൈവ്സ് കെയർഫുള്ളി. അവൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഒട്ടും വേഗത്തിലോ റഷായിട്ടോ ഒന്നല്ല, വളരെ ശ്രദ്ധാപൂർവമാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവനെ കുറിച്ച് പറയുന്നു. അവൻ ചെയ്യുന്ന ആക്ഷൻ ഡ്രൈവിംഗ് ആണ്. എങ്ങനെയാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നത്?
കെയർഫുള്ളി. അപ്പോ adverb carefully. The baby sleeps peacefully. The baby sleeps peacefully. വളരെ സമാധാനത്തിലാണ് കുഞ്ഞുറങ്ങുന്നത് അല്ലെ. അപ്പോ ഇവിടെ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. The baby. ബേബി എന്ത് ചെയ്യാണ്? ഉറങ്ങാണ്. എങ്ങനെ? പീസ്ഫുള്ളി. അപ്പോ പീസ്ഫുള്ളി എന്ന വേർഡാണ് adverb. അടുത്ത സെന്റൻസ് നോക്കി. The students write neatly. The students write neatly. അവർ വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ടാണ് എഴുതുന്നത്. അപ്പൊ ആരെ കുറിച്ച് പറയുന്നു? സ്റ്റുഡൻസിനെ കുറിച്ച്. അവരെന്ത് ചെയ്യാണ്? എഴുതാണ്. എങ്ങനെ? നീറ്റ്ലി. അപ്പോ ഇത്തരം വേർഡ്സിനെയാണ് നമ്മൾ ഇംഗ്ലീഷിലെ adverb എന്ന് പറയുന്നത്. എന്നാൽ ഈ സെന്റൻസുകൾ ഒന്ന് നോക്കിയേ. I shall do it today. I shall do it today. You should not go there. You should not go there. ഈ സെന്റൻസിൽ എവിടെയാ adverb ഉള്ളത്? നേരത്തെ പറഞ്ഞ സെന്റൻസുകളിൽ നിന്നും ഈ സെന്റൻസുകൾക്ക് ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ. നേരത്തെ പറഞ്ഞ adverb എല്ലാം അവസാനിക്കുന്നത് ഒരേ രീതിയിലായിരുന്നു. എന്നാൽ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് adverb പല തരത്തിലാണുള്ളത്. ഈ സെന്റൻസിലും adverbs ഉണ്ട്. ഏതൊക്കെ തരത്തിലാണ് adverbs ഉള്ളതെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് adverbനെ കുറിച്ചാണ്. ഒരു സെന്റൻസിലെ ക്രിയയെ വിശേഷിപ്പിക്കുന്ന വേർഡിനെയാണ് adverb എന്ന് പറയുന്നത്. പല തരത്തിലുള്ള adverbs ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.